Hello friends, this is Reema from Fortune English Academy. ഇന്നത്തെ വീഡിയോയിൽ LDC 2020യുടെ മോക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണാത്തവർ കണ്ടു നോക്കുക. ഇന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു പാറ്റേൺ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് മീ യുവർ ബുക്ക്? വുഡ് യു മൈൻഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വുഡ് യു മൈൻഡ് എന്നൊരു ഫ്രേസ് വന്നാൽ ഇത് സാധാരണ നമ്മൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നതിനെയാണ് വുഡ് യു മൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ വുഡ് യു മൈൻഡ് എന്നൊരു ഫ്രേസ് വന്നാൽ നമ്മൾ എപ്പോഴും വേർബിൻ്റെ ING ഫോം വേണം കൂടെ യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. വുഡ് യു മൈൻഡിൻ്റെ കൂടെ വേർബിൻ്റെ ING ഫോം. അപ്പോൾ ഓപ്ഷനിൽ നോക്കിക്കേ, ഏതാണ് ING ഫോം ഓഫ് വേർബ്? ലെൻഡ്. ലെൻറ്റ് എന്നുള്ളത് പാസ്റ്റ് ആണ്, ലെൻഡിൻ്റെ പാസ്റ്റ് ആണ് ലെൻറ്റ്. പിന്നെ ടു ലെൻഡ് എന്നാണോ അതോ ലെൻഡിങ് ആണോ? ING ഫോം ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ? സോ ദി ആൻസർ ഇസ് ബി. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ യുവർ ബുക്ക്? അപ്പോൾ വുഡ് യു മൈൻഡ് വന്നാൽ ING ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യാം. ഇനി വുഡ് യു മൈൻഡ് മാത്രമല്ല, ഡു യു മൈൻഡ് എന്ന് വന്നാലും ING ഫോം ഓഫ് വെർബ് തന്നെ യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. I saw Renu 3 months dash. 3 months since എന്ന് പറയൂ. സിൻസ് എപ്പോഴും എക്സാക്ട് പോയിന്റ് ഓഫ് ടൈമിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 months എന്താണെങ്കിലും എക്സാക്ട് പോയിന്റ് അല്ല അല്ലേ? ഫോർ എപ്പോഴും ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ 3 months ഫോർ എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് അല്ല. പിന്നെ ഏത് ആൻസർ? ബിഫോർ. ഐ സോ റീനു 3 months ബിഫോർ എന്നാണോ? അതൊക്കെ ചിലപ്പം ചിലർ തെറ്റായിട്ട് പറയുന്നുണ്ടാവും. ഇപ്പോൾ ബിഫോർ 3 months എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ അഗോ ആണ്. ആൻഡ് ദി ആൻസർ ഇസ് ഐ സോ റീനു 3 months ago. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അല്ലാത്തത് ഏതാണെന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കറക്റ്റ് ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ലേറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ്. അപ്പോൾ ഈ വൺ ഓഫ് എന്നൊരു ഫ്രേസ് വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. വൺ ഓഫ് ദ സ്റ്റുഡൻസ്, അതായത് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺലി വൺ പേഴ്സൺ. സോ ദർ ആർ മെനി സ്റ്റുഡൻസ് ആൻഡ് ഔട്ട് ഓഫ് മെനി സ്റ്റുഡൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് വൺ പേഴ്സൺ. ഒരാളെ കുറിച്ചേ പറയുന്നുള്ളൂ അല്ലേ? ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ സെൻറ്റൻസ് സിംഗുലർ ആവണ്ടേ? സിംഗുലർ ആയിട്ട് ഏത് ഓപ്ഷൻ ഉണ്ട്? ഹാസും ഉണ്ട്, ഇസും ഉണ്ട്. ഇനി ഹാസ് ലേറ്റ് എന്ന് പറയുമോ? ഇല്ല. പിന്നെ എന്താണ്? ഒരാൾ ലേറ്റ് ആണ്. ആ സ്റ്റുഡൻസ് കുറേ പേരുണ്ട്, അതിൽ ഒരാൾ മാത്രമാണ് ലേറ്റ് ആയത്. ആൻഡ് ദി ആൻസർ ഇസ് എ. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് ലേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വെച്ച് മാത്രമല്ല, ഇപ്പം ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എനി ഓഫ് ദ സ്റ്റുഡൻസ്, ഐദർ ഓഫ് ദ സ്റ്റുഡൻസ്, നൈദർ ഓഫ് ദ സ്റ്റുഡൻസ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ സ്റ്റുഡൻസിൽ ഒരാളെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഗ്രൂപ്പിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഗ്രൂപ്പ് എപ്പോഴും പ്ലൂറല. ഇത് സ്റ്റുഡൻസ് ആണ്, പക്ഷെ നമ്മൾ സ്റ്റുഡൻസിനെ കുറിച്ചല്ല പറയുന്നത്, അതിലെ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് എ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ചൂസ് എ റോങ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ ഒരു വേർഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, അത് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ കലണ്ടർ, CALENDAR. ഇത് ശരിയാണോ അതോ ER ആണോ? AR തന്നെയാണ്. കലണ്ടറിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എററൊന്നും ഇല്ല. ഇനി നെഫ്യൂ, NEPHEW, നെഫ്യൂ, അതും കറക്റ്റ് ആണ്. ഇനി ഡി ഒന്ന് നോക്കാം. കോളേജ്, COLLEGE, അതും കറക്റ്റ് ആണ്. ഇനി സി എന്താ നോക്കിക്കേ. സെൻറ്റൻസ്, SENTENCE ആണ് ആൻസർ. അപ്പോൾ ഇതിൽ റോങ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ സി. ആൻഡ് ദാറ്റ് ഇസ് അവർ ആൻസർ. സെൻറ്റൻസിൻ്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു, അവിടെ എക്ക് പകരം ഇ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. പീറ്റർ ആസ്ക്ഡ് മീ. ഓക്കെ, ഇത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് ആക്കിയിരിക്കുന്നതാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ്. ഇനി നമുക്ക് വേണ്ടത് ആസ്ക്ഡ് മീ എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടോ, വേറൊന്ന് എല്ലാ ഓപ്ഷനിലും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വേറെ അതേപോലെ തന്നെയുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആക്കി മാറ്റുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇവിടെ കണ്ടോ, പീറ്റർ ആസ്ക്ഡ് മീ. ആസ്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഓപ്ഷനിൽ പാസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറേ വരും.
അപ്പോൾ തന്നെ ഓർത്തോ എയും ബിയും അല്ല, കാരണം അവിടെ ഇസ് എന്ന പ്രസന്റിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആസ്റ്റ് മീ എന്ന് വരുമ്പോൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എയും ബിയും ആൻസർ അല്ല. ഇനി നമുക്ക് ഡൗട്ട് വരുന്നത് സി ആണോ ഡി ആണോ എന്നാണ്. ഇനി വേർ വാസ് മൈ ഹൗസ്, നമ്മളിപ്പോൾ ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വേർ ഇസ് യുവർ ഹൗസ്, എപ്പോഴും ആ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഹെൽപ്പിംഗ് വേർബ് വരണം. പക്ഷെ ഇവിടെ ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി മാറ്റി ഒരു നോർമൽ സെന്റൻസ് ആയി. നോർമൽ സെന്റൻസിൽ എപ്പോഴും ആദ്യം സബ്ജക്റ്റ് വരണം, എന്നിട്ടേ ഹെൽപ്പിംഗ് വേർബ് വരാവൂ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വേർബ് വരുന്നത് ഈ ലാസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. പീറ്റർ ആസ്ക്ഡ് മീ വേർ മൈ ഹൗസ് വാസ്. പലർക്കും തെറ്റാറുണ്ട്, പലരും ഈ സി എന്നുള്ള ഓപ്ഷൻ അങ്ങ് കൊടുക്കും, അത് തെറ്റാണ്. വേർ വാസ് മൈ ഹൗസ് എന്നല്ല, വേർ ഇസ് യുവർ ഹൗസ് നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്, നമ്മളിപ്പം സെന്റൻസ് ആക്കി മാറ്റി. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് കഴിഞ്ഞേ ഹെൽപ്പിംഗ് വേർബ് വരാവൂ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം, എല്ലാവരും തെറ്റിക്കാറുണ്ട്. Peter asked me where my house was. Next question 6. Govind is not dash as his brother. ഏതാ ഇതിന്റെ ആൻസർ? സ്മാർട്ട് എന്നാണോ, സ്മാർട്ടസ്റ്റ് എന്നാണോ, സ്മാർട്ടർ ദാൻ എന്നാണോ, അതോ ആസ് സ്മാർട്ട് ആണോ? ഓക്കെ, ഇവിടെ ഒരു ഫ്രേസ് ഉണ്ട്, ആസ് എന്ന് വന്നാൽ, അല്ലെങ്കിൽ അതിന്റെ നെഗേഷൻ ഓപ്പോസിറ്റ് നോട്ട് ആസ് എന്ന് വന്നാൽ, ഇങ്ങനെ ഏതെങ്കിലും ഫ്രേസസ് വന്നാൽ ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും പോസിറ്റീവ് ഡിഗ്രിയിൽ വേണം യൂസ് ചെയ്യാൻ. ഒന്നുകൂടെയും പറയാം, ആസ് എന്നോ നോട്ട് ആസ് എന്നോ ഫ്രേസ് വന്നാൽ ഇതിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ, ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്താ തന്നിരിക്കുന്നത്? സ്മാർട്ട് എന്നാ തന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്മാർട്ട് എന്ന് കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഫോം കണ്ടോ? ആസ് അഡ്ജക്റ്റീവ് ആസ്. ഈ സ്മാർട്ട് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്താ? നൗണിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഒന്നെങ്കിൽ ആസ് അഡ്ജക്റ്റീവ് ആസ് എന്നുള്ള ഫോമിൽ വരണം, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഒരു സൈഡിലെ ഉള്ള നെഗേഷൻ നോട്ട് ആസ് അഡ്ജക്റ്റീവ് ആസ്. ഇതിൽ ഏത് ആസിന്റെ ഫോമിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് വന്നാലും അത് പോസിറ്റീവ് ഡിഗ്രിയിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് an adjective is used with any of these forms of as, it must be in positive degree. ഇനി നോക്കിക്കേ, നമുക്ക് ഇവിടെ നോട്ട് എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ ആസ് എന്നും ഉണ്ട്. അപ്പൊ നോട്ട് എന്ന് വരുമ്പോൾ നോട്ട് ആസ് എന്ന് വരണ്ടേ, പിന്നെ അഡ്ജക്റ്റീവ് പോസിറ്റീവ് വേണം, ആസ് സ്മാർട്ട്. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. ഗോ വിത്ത് ദിസ്, നോട്ട് ആസ് സ്മാർട്ട് ആസ് ഹിസ് ബ്രദർ. അപ്പോൾ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. പോസിറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം, ഈ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് നോട്ട് ആസ് വന്നത്. പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ വരും? ഗോവിന്ദ് is as smart as his brother എന്ന് വന്നേനെ. അപ്പൊ ഈ രണ്ട് ഫോംസ് ഓർത്തിരിക്കുക, ആസും നോട്ട് ആസിന്റെയും കൂടെ പോസിറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. സ്റ്റുഡൻസ് ഹാർഡ്ലി ഗോ ഹോം ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ ക്ലൂ തന്നിട്ടുണ്ട്, ഹാർഡ്ലി. ഹാർഡ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പൊ തന്നെ ആലോചിച്ചോണം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഹാർഡ്ലി നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാം. പോസിറ്റീവ് എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഡു ദേ അല്ലെങ്കിൽ ഡിഡ് ദേ. ഇനി തന്ന സെന്റൻസ് ഗോ ഹോം, അത് പ്രസന്റിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനാണ് ഡൂവിന്റെ പാസ്റ്റ് ആയിട്ടുള്ള ഡിഡ് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് ഫോം ഡു മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അത് തന്നെയാണ് ആൻസർ, ഡു ദേ. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഹാർഡ്ലി എന്നുള്ളത് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ഗോ ഹോം പ്രസന്റിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വെർബും പ്രസന്റ് ആയിട്ട് കൊടുക്കുക. ആൻസർ ഡു ദേ. നെക്സ്റ്റ് 8th one. One word of marrying someone while already married to another person. Okay, one word substitution important ആണ്. അപ്പോൾ ഓൾറെഡി മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുന്നു. ആ ഒരു പ്രോസസ്സിന്, ആ ഒരു സ്കീമിന് എന്ത് പറയാം? മോണോഗമി, ബൈഗമി, ഡിവോഴ്സി, വിഡോവർ. ഡിവോഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളതിനെയാണ്. അതല്ല വിഡോവർ, ഭാര്യ മരിച്ച ഒരാള് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരാള്, ഇതിനൊക്കെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ദി വിഡോവർ, ഭാര്യ മരിച്ച ഒരാളെയാണ് വിഡോവർ എന്ന് പറയുന്നത്. ഭർത്താവ് മരിച്ചെങ്കിൽ വിഡോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഓപ്ഷൻസ് അല്ല. ഇനി ഈ ഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൂട്ട് വേർഡ് ആണ്. ഗ്യാമോസ് എന്നുള്ള ഒരു റൂട്ട് വേർഡ്. ഗ്യാമോസ് എന്ന് പറഞ്ഞാൽ മാരേജ് എന്നാണ്. ഇനി മോണോഗമി അപ്പൊ എന്തായിരിക്കും?
ഒരു പ്രാവശ്യം കല്യാണം കഴിക്കുന്നതാണ് മോണോഗമി. ഇനി ആ ഗ്യാമോസിൽ നിന്നാണ് ഗമി വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് മാരേജ് എന്ന് പറഞ്ഞത്. ഇനി ബൈഗമി എന്തായിരിക്കും? 2 കല്യാണം കഴിക്കുന്നത്. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുന്നതിനെയാണ് ബൈഗമി. ചുരുക്കത്തിൽ 2 കല്യാണം കഴിക്കുന്നതിനെയാണ് ബൈഗമി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻസ്, സിനോണിം, ആന്റണിം. ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു മീനിങ്ങും ചോദിക്കും, ഒരു ഓപ്പോസിറ്റും ചോദിക്കും. ഈ മീനിങ്സും ഓപ്പോസിറ്റ്സും പറ്റുമെങ്കിൽ SCRTയുടെ 10th ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ഗ്ലോസറി നോക്കിയാൽ മതി. ഇനി അതിന്റെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മീനിങ്ങും ഒരു ഓപ്പോസിറ്റും ഷുവർ ആയിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 9th one, സിനോണിം ഓഫ് ഡിസ്പൊസിഷൻ. ഡിസ്പൊസിഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻസ് നോക്കിക്കേ. നേച്ചർ, വയലൻസ്, വേ ഓഫ് സ്പീക്കിംഗ്, ലൊക്കേഷൻ. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ നേച്ചർ ആണ്, ഒരാളുടെ ക്വാളിറ്റി ആണ്, ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് 10, ആന്റണിം ഓഫ് കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റിന്റെ ഓപ്പോസിറ്റ് ഡിഫിഡൻറ്റ്, അഷ്യൂർ, കമ്പോസ്ഡ്, സെക്യൂർ. ഈ കമ്പോസ്ഡ്, സെക്യൂർ, അഷ്യൂർ ഇതൊക്കെ പോസിറ്റീവ് വേർഡ്സ് ആണ്. കോൺഫിഡൻറ്റിന്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ ഒരു നെഗറ്റീവ് വേർഡേ ഉള്ളൂ, ഡിഫിഡൻറ്റ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11, ഡാഷ് കസിൻ ഇസ് എ ഡോക്ടർ. എന്താ മീനിങ്? എൻ്റെ കസിൻ ഒരു ഡോക്ടറാണ്. അപ്പൊ എൻ്റെ എന്ന് പറയുമ്പോൾ ഐ ആണോ? ഐ ഞാനാണ്, അപ്പൊ അതല്ല. മീ വരുമോ? മീ കസിൻ എന്ന് പറയുമോ? ഇല്ല. മൈ കസിൻ ആണോ? മൈൻ കസിൻ ആണോ? എ കസിൻ ഓഫ് മൈൻ എന്ന് പറയാം, എ കസിൻ ഓഫ് മൈൻ എന്ന് പറയാം. പക്ഷെ എൻ്റെ കസിൻ എന്ന് പറയുമ്പോൾ മൈ ആണ് ആൻസർ. മൈ കസിൻ ഇസ് എ ഡോക്ടർ, അല്ലെങ്കിൽ എ കസിൻ ഓഫ് മൈൻ ഇസ് എ ഡോക്ടർ എന്ന് പറയാം. 12, if I have enough students, I dash start an academy. If clause വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടീഷൻ ക്ലോസ് ആണ്. 3 ടൈപ്സ് ഉണ്ട്. ഈ തന്നിരിക്കുന്നത് if I have എന്നുള്ളത് പ്രസന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇഫിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? will or shall വരണം. അപ്പോൾ will or shall എവിടെയുള്ളത്? ഡിയിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ദി ആൻസർ ഇസ് ഡി. if I have enough students, I will start an academy. ഇനി ഇതിനെ നമുക്കൊന്ന് പാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ. if I had enough students എന്ന് വന്നിരുന്നെങ്കിൽ എന്ത് വന്നേനെ? I would start an academy എന്ന് വന്നേനെ. സോ ആ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ടൈപ്പ് 1 ആയിട്ടും ടൈപ്പ് 2 ആയിട്ടും. ടൈപ്പ് 2 ഞാൻ വെറുതെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടെ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് 13, we dash here since 2017. since for നമ്മൾ വേറൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു, സിൻസും ഫോറും വരുമ്പോൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ അറിയണം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഹാസ് ഓർ ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്, പിന്നെ ING ഫോം ഓഫ് വെർബ് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ഹാസ് ഓർ ഹാവ്, ബീൻ, പിന്നെ ING ഫോം ഓഫ് വെർബ്. അപ്പോൾ ഏതാണ് ആൻസർ ഇവിടെ? വി ലിവ് ഹിയർ എന്ന് പറയാമോ? വി ലിവ്സ് ഹിയർ, വി ലിവ്ഡ് ഹിയർ, ഇതൊന്നും ആൻസർ അല്ല. We have been living here since 2017. ഇനി ആ സിൻസിന് പകരം for 10 years എന്നായിരുന്നെങ്കിലോ? എന്നാലും സെയിം ആൻസർ ആണ്. സിൻസും ഫോറും വരുമ്പോൾ ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രം യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് 14, a dash of ants. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൻസിനെ എന്താ പറയുന്നത്? കളക്റ്റീവ് നൗൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് ആൻസിനെ എന്താ പറയുന്നത്? ഈ ഗ്രൂപ്പ് എന്ന് തന്നെ പറഞ്ഞാൽ മതിയോ? അല്ല, അതിന് പ്രത്യേകിച്ച് ഒരു പേരുണ്ട് അല്ലേ? ടീം ആണോ? ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയാം. ഫ്ലോക്ക് ആണോ? നമുക്ക് ഫ്ലോക്ക് ഇതുപോലെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നൊക്കെ പറയാം അല്ലേ? ഇവിടെ ആർമി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ തെറ്റുണ്ട്. ആൻ ആർമി എന്ന് വേണം വരാൻ. ഇനി കോളനി എന്നെങ്ങാനും തന്നിരുന്നെങ്കിൽ അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ തന്നെ ഒന്ന് മാറിപ്പോയതാണ്. സോ ആൻ ആർമി ഓഫ് ആൻസ് എന്നാണ് ആൻസർ. കാരണം ആൻന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആർമിയാണ്. അതല്ലാതെ ഗ്രൂപ്പ് ഓഫ് ആൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർമി എന്നും പറയാം, അല്ലെങ്കിൽ കോളനി ഓഫ് ആൻസ് എന്നും പറയാം. സോ ആൻ ആർമി ഓഫ് ആൻസ്. നെക്സ്റ്റ് 15, ഒരു പ്രോവർബ് ആണ് അല്ലേ? ഓൾ ദാറ്റ് ഡാഷ് ഇസ് നോട്ട് ഗോൾഡ്. എന്താ ആൻസർ? ഗ്ലിറ്റർ, ഗ്ലിറ്റേഴ്സ്, ഗ്ലിറ്ററിങ്, ഗ്ലിറ്റേർഡ്. ഏതാ ഇതിന്റെ ആൻസർ? മിന്നുന്നതൊന്നും പൊന്നല്ല അല്ലെ? അതാണ് അതിന്റെ മലയാളം വേർഷൻ. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ ആൻസർ?
all that glitters is not gold. എന്തുകൊണ്ട് ഇവിടെ glitters എന്ന് പറയുന്നത്? ഈ glitters എന്നുള്ളത് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സിംഗുലർ verb ആണ് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി ഒരു സിംഗുലർ verb. അപ്പൊ glitter എന്നല്ല, all that glitters. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. The government with its officials dash implementing new laws. Okay, ഇവിടെ ക്ലൂ ഉണ്ട് വിത്ത്. വിത്ത് എന്നൊരു കണക്ടർ കണ്ട വിത്ത്, അലോങ് വിത്ത്, ആസ് വെൽ ആസ്, അസോസിയേറ്റഡ് വിത്ത്, ടുഗെദർ വിത്ത്, ഇതുപോലത്തെ കണക്ടേഴ്സ് കണ്ടാൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത് ആൻഡ് സോ ഓൺ. ഇങ്ങനത്തെ കണക്ടേഴ്സ് കണ്ടാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. ആദ്യത്തെ സബ്ജക്റ്റ് ഇവിടെ എന്താ? ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് സിംഗുലർ ബോഡിയാണ് അല്ലേ? അപ്പൊ നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കണം. ഏതാ ഇതിനകത്ത് സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ? വാസ്. അപ്പൊ ഹാസ് വരുമോ? ഇല്ല. കാരണം ഹാസ് ഇംപ്ലിമെന്റഡ് എന്ന് വേണേൽ പറയാം. കാരണം ഹാസും ഹാവിന്റെയും കൂടെ V3 ഫോം ആണ്. ഇവിടെ ഹാസ് പറ്റില്ല. പിന്നെയുള്ള സിംഗുലർ വാസ് ആണ്. The government with its officials was implementing new laws. അടുത്ത ക്വസ്റ്റ്യൻ 17. I appreciate her dash in her work. അവളുടെ എന്താണ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്? പങ്ക്ച്വാലിറ്റി അല്ലേ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? പങ്ക്ച്വൽ. ഷീ ഈസ് പങ്ക്ച്വൽ ഇൻ സംതിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഞാൻ അവളുടെ പങ്ക്ച്വാലിറ്റിനെയാണ് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. റെഗുലർലി വരില്ല, റെഗുലറൈസ് വരില്ല. ഇതൊന്നും ഈ കോണ്ടെക്സ്റ്റിന് മാച്ച് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. സൂരജ് kept dash about his school days. അപ്പൊ പറഞ്ഞുകൊണ്ടേയിരുന്നു സ്കൂൾ ഡേയ്സിനെ കുറിച്ച്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എന്ത് ഓപ്ഷനാണുള്ളത്? ടു ടോക്ക് എന്ന് പിന്നെ പറയോ? ഇല്ല. കെപ്റ്റ് ടോക്ക് എന്ന് പറയോ? ഇല്ല. ടോക്ഡ് പണ്ട് പറഞ്ഞതാണോ? അല്ല. പണ്ടത്തെ കാര്യം സ്കൂൾ ഡേയ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലെ? ആ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളത് ING ഫോം അല്ലേ? ആൻഡ് ദി ആൻസർ ഇസ് ടോക്കിംഗ്. സൂരജ് kept talking about his school days. Next 19. Where dash your spectacles? Okay, നിന്റെ സ്പെക്ടക്കിൾസ് എവിടെയാണ്? സ്പെക്ടക്കിൾസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം രണ്ട് ഐഡന്റിക്കൽ പാർട്സ് ഇല്ലേ? ഒരേ ഹാഫ് തന്നെയാണ് അടുത്ത ഹാഫിൽ. അപ്പൊ രണ്ട് ഐഡന്റിക്കൽ പാർട്സ് ഉള്ളത് കൊണ്ട് സ്പെക്ടക്കിൾസ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ടാണ് പറയുന്നത്. പ്ലൂറൽ വേർബ് ഏത് മാത്രമേ ഉള്ളൂ? ആറ് മാത്രമേ ഉള്ളൂ. Where are your spectacles? And the last question 20. I cannot dash this pain. Phrasal verb വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്താ ഇതിന്റെ മീനിങ്? എന്താ സെന്റൻസിന്റെ? എനിക്ക് ഈ പെയിനിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അല്ലെ? അങ്ങനെ ഏതൊരു മീനിങ്ങേ ഉള്ളൂ? കം ഔട്ട് ഓഫ് മാത്രമല്ലേ ഉള്ളൂ. ഐ ക്യാൻ നോട്ട് കം ഔട്ട് ഓഫ് ദിസ് പെയിൻ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ മീനിങ് കൂടെ നോക്കാം. കം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് പബ്ലിഷ് ചെയ്യാവുന്നൊരു മീനിങ് ആണ്. കം അബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പൻ എന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ കം ബൈ എന്ന് പറഞ്ഞാലോ ഒബ്റ്റെയിൻ എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തിനൊന്നും എനിക്ക് ഈ വേദനയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ലെന്നാണ്. ഐ ക്യാൻ നോട്ട് കം ഔട്ട് ഓഫ് ദിസ് പെയിൻ. സോ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് സെയിം പാറ്റേൺ ആണ്. ക്വസ്റ്റ്യൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ, പക്ഷെ പാറ്റേൺ എപ്പോഴും സെയിം ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കോമെന്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.